ഷലോം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹിനേനി എന്ന പുതിയൊരു മെനോറ മിനിസ്ട്രീസിന്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. എ കോൾ ടു പ്രസൻസ്, സറണ്ടർ ആൻഡ് ലിസണിങ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക, നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൽ നിന്നും പൂർണ്ണമായി കേൾക്കുക എന്നൊരാശയമാണ് ഹിനേനി എന്നുള്ള ആ വാക്കിന്റെ ഒരർത്ഥം. ഞാൻ ഒരുപാട് തവണ സൂചിപ്പിക്കാറുണ്ട്. ഇബ്രായ പദം, ഇബ്രായ വാക്കുകൾ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മളൊരു പുതിയൊരു പ്രോഗ്രാമിലേക്ക് 2026 കടന്നു വരുവാണ് മെനോറ മിനിസ്ട്രീസ്. ഇതൊരു ഇൻസ്പിറേഷണൽ, ഒരു സ്പിരിച്വൽ ടോക്കാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള ഒരുപാട് പ്രശ്നകലുഷിതമാണ് മനുഷ്യ ജീവിതം എന്നത്. ആ മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരുവചനത്തെ ആശ്രയിച്ച്, ദൈവകൃപയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില അമൂല്യമായ വെളിച്ചങ്ങളുണ്ട്, അമൂല്യമായ മുത്തുമണികളുണ്ട്. അത് പുറക്കിക്കൂട്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എബ്രായ ചിന്തയോട് ചേർന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ എനിക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇങ്ങനൊരു ചിന്താധാര മലയാള ഭാഷയിൽ, മലയാളക്കരയിൽ, മലയാളികളുടെ ഇടയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. മൂല്യ ഭാഷയിൽ ഊന്നി നിന്നുകൊണ്ട്, മൂല്യഭാഷയിൽ എന്താണ് തിരുവചനം അതിന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു തലത്തിൽ ചിന്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹിനേനി. അതേപോലെ തന്നെ മെനോറ മിനിസ്ട്രീസിന്റെ എല്ലാ പ്രോഗ്രാമുകളും അത് തന്നെയാണ്. ഇതൊരു ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് ഇത് പോകുന്നത്, ആദ്യത്തെ എപ്പിസോഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ഒരുവിധം കുറച്ചും കൂടി വിശദമായി, വിശാലമായ രീതിയിൽ പറയുന്നത്. അപ്പോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരം നിറഞ്ഞ നിമിഷത്തിൽ ദൈവത്തിന്റെ വെളിച്ചം കടന്നു വരുന്നതും ദൈവത്തിന്റെ വെളിച്ചത്താൽ നമ്മൾ നയിക്കപ്പെടുന്നതുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുവാൻ, നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശങ്ങളിലേക്ക് കടന്നു പോകാം. ഉൾവശങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞു. ഒരു വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണത് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് വെളിച്ചം എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ മുമ്പിലില്ല. വെളിച്ചം ഇല്ലാത്തൊരു ലോകം, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഭാവന ചെയ്യേണ്ടതാണ്. ആ വെളിച്ചമില്ലാത്ത ലോകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഒരു ദിവസം നമ്മൾ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ വെളിച്ചം എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോയി. ചുറ്റും അന്ധകാരം, ഇരുട്ട്. അതായത് ഒരു തരത്തിലുള്ള സൂര്യപ്രകാശമില്ല, ഒരു തരത്തിലുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മറ്റ് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള മാധ്യമങ്ങളുമില്ല. സർവത്ര ഇരുട്ട്, കട്ട പിടിച്ച ഇരുട്ട്, കാണുവാൻ കഴിയാത്ത ഇരുട്ട്. മനുഷ്യനെ മനുഷ്യനായിട്ടോ പ്രകൃതിയെ ഒന്നും തന്നെ കാണുവാൻ കഴിയാത്ത അന്ധമായ അന്ധതമസ്, കൂരിരുട്ട് മൂടിയിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളത് ഒരു നിമിഷം ചിന്തിക്കും. ആ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ടോക്ക്, സംസാരം ആരംഭിക്കുന്നത്. ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ, സംവേദിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു പോകാം. ഓക്കെ. അപ്പോ നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയൊരു ചിന്താഗതിയൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ ഒരു സഹകരണവും നിങ്ങളുടെയൊക്കെ വലിയ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് മെനോറ മിനിസ്ട്രീസ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ന്യൂനതകൾ, സാങ്കേതികപരമായിട്ടുള്ള കുറവുകൾ മെനോറ മിനിസ്ട്രിക്കുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു കോഴ്സുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെയിൽ നടക്കുന്ന
മെയിൽ ആരംഭിക്കുന്ന പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോക്കിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട്, ആ ഇരുട്ടിൽ വെളിച്ചം പ്രകാശിതമാകുന്നു. നമ്മുടെ ഇരുട്ടിലെ വെളിച്ചം എന്ന് വേണമെങ്കിൽ ആ ടൈറ്റിൽ കൊടുക്കാം. അവേനു മെലേക്കേനു, അവേനു മെലേക്കേനു. എന്റെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജാവേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും അവിടുത്തെ വെളിച്ചം ഞങ്ങൾ തേടുന്നു. അവിടുത്തെ വചനം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ, ഇരുട്ടിനെ, അതിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ വചനം സകല ചിന്താക്കുഴപ്പങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും ഭേദിപ്പിക്കുകയും ഞങ്ങളുടെ ശീതമായിരിക്കുന്ന അവസ്ഥയെ എല്ലാം അവിടുന്ന് ഉഷ്ണമാക്കി തീർക്കുകയും, അതായത് ഞങ്ങളൊരു ആത്മീയമായ പരിപോഷണത്തിന് ഞങ്ങളെ വിധേയമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചുവടുകളും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇരുട്ട് നിറഞ്ഞിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ വചനത്താൽ അത് പ്രകാശിപ്പിച്ച് തിരിച്ചറിവിൻ്റെ, വിവേചനത്തിൻ്റെ ഒരു ആത്മാവ് ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെയും, കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും, സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം. യഹോശുവ മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം എന്നുള്ള സത്യപിതാവേ. ഏതിനും എപ്പോഴും ഒരു പ്രാർത്ഥന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്, ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഒരു ചെറിയ ടോക്കിൽ പോലും ഒരു ചെറിയൊരു പ്രാർത്ഥനയാൽ ഞാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒന്നാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അതെ, നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഹൃദയങ്ങളെയും നിലവുകളെയും വിചാരങ്ങളെയും ഒക്കെ ദൈവം തുറക്കേണ്ടത് ആവശ്യമാണ്. തിരുവചനത്തിൽ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൻ്റെ നമ്മുടേതായിട്ടുള്ള അറിവുകൾ, നമ്മുടേതായിട്ടുള്ള ചിന്താഗതികൾ, നമ്മുടേതായിട്ടുള്ള മനോഭാവത്തിൽ ഇരുള് കടന്നു വരികയും ചോദ്യങ്ങൾ തന്നെ ഉണ്ടാവാറ്. ആ ചോദ്യങ്ങളെ ഭേദിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മുടെ മേൽ ഇടപെട്ടേ മതിയാകൂ. പരിശുദ്ധ റൂഹയിലൂടെ നമ്മൾ നടന്നേ മതിയാകൂ. സത്യത്തിന്റെയും നീതിയുടെയും ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇരുട്ടിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഈ ആശയത്തോട് എന്തെങ്കിലും കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടി അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. എൻ്റെ എല്ലാ ആശയങ്ങളും പൂർണ്ണമാണെന്ന് ഞാൻ ഇവിടെ തറപ്പിച്ച് പറഞ്ഞിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് വളർന്നു പോകാം എന്നുള്ള ഒരു വലിയ മനോഭാവത്തോടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച്, അത് ആഴത്തിലുള്ളൊരു പ്രതിഫലനം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, ആത്മീയ മേഖലയിലും ഒരു വ്യക്തിക്ക് വളരെ ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. കാരണം വെളിച്ചത്തെക്കുറിച്ചും ഇരുട്ടിനെ കുറിച്ചും നമ്മൾ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും വളരെ സസൂക്ഷ്മമായി തന്നെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നന്മയെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യത്തെപ്പോലും വളച്ചൊടിക്കുന്ന തരത്തിലാണ്, ഒരു നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞോട്ടെ, ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവ വിശേഷണം സമൂഹത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സത്യത്തെ സത്യം പോലെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സഭകളിലൊക്കെ ദുരുപദേശം ഇങ്ങനെ ചെറിയൊരു മർമ്മം പോലെ ആയിരുന്നു വീശിക്കൊണ്ടിരുന്നത്. ഇന്നതൊരു കൊടുക്കാറ്റ് പോലെ ആഞ്ഞു വീശാൻ തുടങ്ങി.
ജനങ്ങൾക്ക് തന്നെ, വിശ്വസിക്കുന്നവർക്ക് തന്നെ, അല്ലെങ്കിൽ സഭയിൽ ഇരിക്കുന്നവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഹൂ ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റൈറ്റ് ആക്ച്വലി? സോ നമ്മൾ തിരുവചനം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, സംജാതമായിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നാണ് പൂർണ്ണമായ ഇരുട്ട്. നമുക്ക് നമ്മുടെ മുമ്പില് നമ്മൾ ഒരു ഡേ ലൈറ്റിലോട്ട് ഇറങ്ങുവാണെന്ന് വെച്ചു, പ്രത്യേകിച്ച് UAE, ഖത്തർ, മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുന്നവർക്കാണെങ്കിൽ രാവിലേക്ക് ഇറങ്ങുമ്പോൾ ദേ നീഡ് എ കൂളിംഗ് ഗ്ലാസ്, ദേ നീഡ് ഒരു നല്ലൊരു കൂളിംഗ് ഗ്ലാസ് ആവശ്യമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രിയിലും ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്. വളരെ വേദനാജനകമാണ്. ഞാൻ ഇച്ചിരിയും കൂടി ഒന്നുകൂടെ പറയാം. കാരണം നമുക്ക് ആ പ്രദേശങ്ങളിലൊക്കെ ഡേ ലൈറ്റ് ഭയങ്കരമാണ്, പക്ഷെ ആ ഡേ ലൈറ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. പ്രത്യേകിച്ച് നമ്മൾ കണ്ണ് ഒരു നിമിഷത്തേക്കൊന്ന് പൂട്ടി വെച്ച് നോക്കാം. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് ഇരുട്ടാണ്. കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് വെളിച്ചത്തെ ദർശിക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നാണ് പൂർണ്ണമായ ഇരുട്ട്. നമുക്ക് കുറച്ച് കാവ്യാത്മകമായിട്ട് തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ, നമ്മളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിറയുന്ന ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുത്തുകാർ പോലും ഇങ്ങനെയാണ് എഴുതുന്നത്, ആ വ്യക്തിയുടെ ഇരുള് നിറഞ്ഞ ജീവിതം എന്നൊക്കെയാണ് എഴുതുന്നത്. അപ്പൊ ഇരുട്ട് ആവശ്യമാണ്. ഇരുട്ടിനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? രാത്രി എന്തിനാണ് സൃഷ്ടിച്ചത്? അത് വെളിച്ചത്തിന്റെ പ്രകടമായ ഭാവത്തെ, പ്രകടമായ പ്രഭാവത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഞാനിത് എല്ലാം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചിത്രം കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. അത്തരം ഒരു ഇരുട്ടിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ ചിന്തിച്ചു. രാത്രിയല്ല, നിഴലുകളല്ല, ഒരു ശൂന്യത. ശൂന്യത എന്ന് പറയുമ്പോൾ ഭയങ്കരമായ ശൂന്യത. ഈ ശൂന്യത എന്ന് പറയുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ശൂന്യത വിഴുങ്ങി നിൽക്കുന്ന, ഇരുട്ട് വിഴുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഗർത്തമാണോ? കുഴിയാണോ? നടക്കാൻ പറ്റുമോ? നടന്നാൽ ഞാൻ തട്ടി വീഴുമോ? ജലമാണോ? എന്താണ്? നമുക്കൊന്നും കാണാൻ വയ്യ. ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ചില മനുഷ്യരുടെ ജീവിതത്തിൽ പോലും ഈ ഒരു അവസ്ഥയുണ്ട്, ദൈവമില്ലാത്ത അവസ്ഥ. ദൈവമില്ലാത്ത ഒരു കാര്യം. അത് എനിക്ക് നടുക്കം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവമില്ല, ദൈവത്തിന് ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ നടുങ്ങാറുണ്ട്. ദൈവമേ, അവിടെ നിന്നെ കരുതിയതിനായി ഞാൻ നന്ദി പറയുന്നു. അപ്പോ ആ ദൈവമില്ലാത്ത ഒരു 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 സ്ഥിതി എന്ന് പറയുന്നത് നടുക്കം ഉളവാക്കുന്നതാണ്. കാരണം യേശു കർത്താവിന്റെ, യഹോശുവയുടെ വെളിച്ചം അനുഭവിച്ചവർക്ക് മാത്രമേ ആ ജീവിതത്തിന്റെ നൈർമല്യത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതെത്ര വിനാശകരമാണ്. അതായത് ക്രിസ്തു ഇല്ലാത്ത നമ്മുടെ ജീവിതം ഒരു വിനാശകരം മാത്രമാണ്. എന്നിട്ടും കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ഇവിടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, ശ്വസിക്കുന്നു, അതിജീവിക്കുന്നു. എന്തിനേറെ അതിജീവിക്കുന്നു. ദൈവമുണ്ടായിട്ടും ദൈവം ഉണ്ടായിട്ടെന്താ എന്ന് ചോദിച്ച് ജീവിച്ച് നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെക്കാളും ഏറെ മെച്ചമായിട്ട് നിലയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവര് നിത്യ വെളിച്ചത്തെ അവർ കാണുന്നില്ല. അവര് പ്രകാശമില്ലാത്ത രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവര് ഉണർന്നിട്ടില്ല.
നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു ഭക്തൻ, അവൻ ദിവ്യ ജ്യോതിസാണ് ഭൂമിയുടെ. അവൻ നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. ആ ഭൂമിയുടെ വെളിച്ചമായ നമ്മൾ മറ്റ് അണഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കെട്ടുകിടക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കൽ പോലും വെളിച്ചം പകരാത്ത ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഹോവർ ചെയ്യണം, പരിവർത്തനം ചെയ്യണം. പരിവർത്തനം ചെയ്ത് നമ്മൾ കണ്ടെത്തിയ വെളിച്ചത്തെ നമ്മൾ കാണിക്കണം. ഞാൻ ബൈബിളിലേക്ക് തന്നെ വരാം. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും, അല്ലെ? മറ്റ് പലതരത്തിലുള്ള വേദപുസ്തകങ്ങളും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ സന്മാർഗികമായിട്ടുള്ള കാര്യങ്ങളും സദാചാരപരമായ കാര്യങ്ങളും ന്യായവൃത്താന്തം പോലെയുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. എന്നാൽ ബൈബിൾ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബൈബിൾ ഡസ് നോട്ട് ബീയിങ് വിത്ത് മൊറാലിറ്റി, ഇറ്റ് ബിഗിൻസ് വിത്ത് ഡാർക്ക്നെസ്. അതായത് ഒരു ധാർമ്മികമായിട്ടുള്ള സദാചാരപരമായിട്ടുള്ള കാര്യത്തിൽ നിന്നല്ല ബൈബിൾ ആരംഭിക്കുന്നത്. ബൈബിൾ ആരംഭിക്കുന്നത് എപ്പോഴും ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഡാർക്ക്നെസ്. ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു, ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. വാവ്! വളരെ ചിന്താധീനമായിട്ടുള്ള, ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം 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 മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ഒരു വാക്യമാണ്. ഭൂമി പാഴും ശൂന്യമായിട്ട് ഇരുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബൈബിൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇരുട്ടിൽ നിന്നാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഇരുട്ടിനെ പരാമർശിച്ചുകൊണ്ടാണ് തിരുവചനം ആരംഭിക്കുന്നത്. എന്നിട്ട് തൊട്ടേ അടുത്ത വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. മൂന്നാമത്തെ വാക്യം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വയോമർ എലോഹീം യഹ്യാ ഓർ വെഹ്യാ ഓർ എന്ന് എബ്രായ ഭാഷയില് നമുക്ക് തിരുവചനത്തെ വായിക്കാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റും. വയോമർ എലോഹീം യഹ്യാ ഓർ വെ യഹ്യാ ഓർ. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് തന്നെ തിരുവചനം വായിക്കാം മലയാളത്തിൽ. അപ്പോൾ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപെടുത്തി. ദൈവം വെളിച്ചത്തെ പകൽ എന്നും ഇരുട്ടിനെ രാത്രി എന്നും വിളിച്ചു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. ഇതൊരു കാവ്യാത്മകമായ, ഒരു പോയിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പോയിറ്റിക്കായിട്ടുള്ള ഒരു പോയിന്റ് ഔട്ടിങ് അല്ല പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു വലിയൊരു കോസ്മിക് വോറിനെ കുറിച്ച് പറയുന്നു. അവിടെയാണ് അതിന്റെ ഇൻഡെപ്ത് ആയിട്ടൊരു പോയിന്റ് നടക്കുന്നത്. ഒരു പ്രപഞ്ച യുദ്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട് തിരുവചനം. അവിടെ ഇരുട്ട് വ്യാപിച്ചിരുന്നു ഭൂമിയില്. ആൻഡ് എർത്ത് വാസ് തോഹു ആൻഡ് വഹ്ബുഹു എന്നായിരുന്നു. ശൂന്യവും പാഴുമായിരുന്നു. അതിൻ്റെ അകത്ത് ഓരോ തരത്തിലുള്ള ജീവന്റെ ഉപാധികളും ജീവന്റേതായിട്ടുള്ള ദർശനങ്ങളും ജീവന്റേതായിട്ടുള്ള കണിക പോലും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന്റെ വാ കൊണ്ട് പറഞ്ഞ ആ നിമിഷം തന്നെ വെളിച്ചത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. വെളിച്ചം വെളിച്ചമായി തന്നെ രൂപപ്പെട്ടു വന്നു. ഹല്ലേലൂയ. സൂര്യന് മുൻപ്, നക്ഷത്രങ്ങൾക്ക് മുൻപ്, സമയപാലകർക്ക് മുൻപ് വെളിച്ചം നിലനിന്നിരുന്നു. അപ്പോ ഓർ എന്നാണ് എബ്രായ പദം. ഓർ എന്നാണ് വെളിച്ചത്തിന്റെ എബ്രായ പദം. അത് ഓർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വെളിച്ചം, എഹിയ ഓർ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ നേരത്തെ വായിച്ചു, മനസ്സിലാക്കി. പക്ഷേ എബ്രായ ചിന്തയില് വെളിച്ചത്തിന് ആ വെളിച്ചം മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്ന അർത്ഥം. ഇത് വെളിപ്പെടുത്തുക എന്നൊരു അർത്ഥമുണ്ട്. ക്രമം ഒരു അർത്ഥമാണ്. ജീവശക്തി, ദിവ്യ വ്യക്തത എന്നൊക്കെ പറഞ്ഞ കുറച്ച് അർത്ഥങ്ങളുണ്ട്.
ഇത്രയും അർത്ഥങ്ങൾ ചേർന്നതാണ് വെളിച്ചം. ഇനിയുമുണ്ട് വെളിച്ചത്തെ കുറിച്ച് പറയാം. അപ്പോ ഈ ഭാഗം വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. സൃഷ്ടിയിലെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ അവിടെ വെളിപ്പെടുത്തുന്നു. വെളിച്ചത്തിനുള്ള എബ്രായ പദം ഓർ, അത് ഭൗതികമായ ഒരു പ്രകാശത്തെ മാത്രമല്ല, ആത്മീയമായ ഒരു പ്രബുദ്ധ ചിന്തയും കൂടി അവിടെ നമുക്ക് കാണുവാൻ പറ്റും. നമ്മളിപ്പോ ഇത്രയും നേരം വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇരുട്ടിനെ കുറിച്ചും പറഞ്ഞിട്ട്. അപ്പോൾ ഇരുട്ടിന്റെ എബ്രായ പദം നമുക്ക് ചിന്തിക്കാം. കോഷക്, ഇരുട്ട്, കോഷക്, ഷിൻ, കഫ്, കോഷക് എന്ന ആ പദമാണ്. ഈ കോഷക് എന്ന് പറയുമ്പോൾ ഇരുട്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു പോരുത്. ഇരുട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ മൊത്തം ഇരുട്ടാണ് എന്ന് ചിന്തിക്കുക. നമ്മൾ മുന്നോട്ട് നടക്കുന്നു, നമുക്ക് എന്താണ് നമുക്ക് കാണാം? നമ്മുടെ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയത്തില്ല എവിടെ, എന്ത്, എപ്പോ, എവിടെ ഇരിക്കുന്നു എന്നും അറിയത്തില്ല. അപ്പൊ ഒരു കുഴപ്പം ഇതിനർത്ഥമുണ്ട്. മറവ്, അല്ലേ? സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മറവിടങ്ങളിൽ, കുറ്റിക്കാട്ടിൽ, ഇരുട്ടിൽ, മറവിടങ്ങളിൽ അവർ ഒളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. മറവ്, ആശയക്കുഴപ്പം. എങ്ങോട്ട് പോകണം, അടുത്ത കാലെടുത്ത് വെക്കണം എന്നുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇരുട്ടിനെ കുറിച്ച് ഞാൻ വളരെ ഒരു ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അർത്ഥങ്ങൾ. ദൈവം വെളിച്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഇരുട്ട് ഭൂമിയിലെ പരമോന്നതമായി തന്നെ ഭരിച്ചു. ശൂന്യത, അർത്ഥശൂന്യവും പ്രത്യാശയും ഇല്ലാത്തതായിരുന്നു ആ അവസ്ഥ. ഇനി ഒരു ജീവൻ ഉണ്ടാകുമോ? ജീവന്റെ ഉറവിടം ഉണ്ടാകുമോ? അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഒരു കണിക ഉണ്ടാകുമോ? ഒന്നുമില്ല, പ്രത്യാശയില്ല, ശൂന്യത മാത്രം, അർത്ഥശൂന്യത. എന്നാൽ ദൈവത്തിന്റെ ദിവ്യജ്ഞാനത്താൽ, ഹല്ലേലൂയ, ഞാൻ അത് പറയുമ്പോൾ ഞാൻ ഹല്ലേലൂയ അറിയാതെ പറഞ്ഞു പോവാണ്. കാരണം ദൈവത്തിന്റെ ദിവ്യമായ ജ്ഞാനത്തിലാണ് ഇതെല്ലാം, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ അവിടുന്ന് വിരിച്ചു വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദിവ്യജ്ഞാനത്താൽ ദൈവം വെളിച്ചത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഈ പ്രവൃത്തി ഭൗതികതയെ മറികടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വെളിച്ചത്തിന്റെ ആവശ്യകത ഇത് പ്രഖ്യാപിക്കുന്നു. എന്തു പ്രഖ്യാപിക്കുന്നു? ഭൗതികമായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അപ്പം ഇരുട്ട് അതിനെ മറികടത്തും. എന്നിട്ട് ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആത്മീയമായ ആവശ്യങ്ങൾക്കും വെളിച്ചം അത്യന്താപേക്ഷികമാണെന്ന ഒരു തിരിച്ചറിവ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമില്ലാത്ത നിരാശയിലേക്ക് നയിക്കുന്ന ഒരു അഗാധമായ അന്ധകാരത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ജീവിച്ചിരുന്നത്, ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് നിങ്ങളും ജീവിക്കുന്നത്, നിങ്ങളും ഇരുന്നിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വെളിച്ചപൂർണ്ണമാണ്. നിങ്ങൾ വെളിച്ചത്തെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ ഇനി സ്വയം വെളിച്ചമായി തീരുക എന്നതാണ് ഇനി അടുത്ത പ്രക്രിയ. ദൈവം ഇരുട്ടിനോട് ഒന്നും വാദിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത പ്രോഗ്രാം എന്താന്ന് ഇരുട്ടിനോടല്ല ദൈവം ചോദിക്കുന്നത്. കാരണം ദൈവം വെളിച്ചമാണ്, ദൈവം വെളിച്ചം സംസാരിക്കുന്നു. കയോസ്, ഇറ്റ് ഒബൈസ്. കുഴപ്പം അനുസരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അങ്ങനെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിലും കെയോസിന്റെ കുഴപ്പമെന്നാണ്. അതായത് കുഴപ്പം മാറിപ്പോകുന്നു. വെളിച്ചം കടന്നു വരുമ്പോൾ കുഴപ്പം മാറിപ്പോകുന്നു, പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു, അവ്യക്തത വ്യക്തമാകുന്നു, മറവ് വെളിപ്പെടുത്തുന്നു, ക്രമം കെട്ടത് ക്രമമാകുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു വന്നതുകൊണ്ടാണ് നമ്മൾ വെളിച്ചമുള്ളവരായി
വെളിച്ചത്തെ നോക്കുവാനെങ്കിലും ഉള്ള ശ്രമത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആദ്യമേ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ആ ഇരുട്ടിന്റെ ആഴങ്ങളിൽ നമ്മൾ ആയിരുന്ന അവസ്ഥ, അത് ശരിക്കും നമുക്ക് ഒട്ടും തന്നെ ക്ലിയർ ഇല്ലാത്ത ഒരു ഒരു വിഷനാണ് നൽകുന്നത്. അത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ഇരുട്ടാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അഭാവം, അത് ദൈവത്തെ അന്വേഷിക്കാൻ മനഃപൂർവ്വം വിസമ്മതിക്കുന്നവരുടെ ഒരു വലിയ ദുഃഖത്തെ ഇത് ഇന്നും പ്രതിധ്വനിപ്പിക്കുന്നു. അതായത് വെളിച്ചത്തെ കണ്ടെത്തണ്ട, ദൈവമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം, എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് തിരുവചനത്തിൽ നിന്ന് മാത്രമേ ഒരു കാര്യം സംസാരിക്കാനുള്ളൂ. സങ്കീർത്തനം 82:5 അതിങ്ങനെയാണ് പറയുന്നത്: അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. അതിന് തൊട്ടടുത്ത വരി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്: ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. Why the foundation is trembling and scattered? Why? Because അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇരുട്ടിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം പ്രിയ. നമുക്ക് അതൊരു അടിയന്തിരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാഹിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കത് തോന്നണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും വരണം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള അതികഠിനമായ ഒരു വ്യസനമുണ്ടാകണം, ഒരു ധാർമ്മികമായ ബോധമുണ്ടാവണം. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ചുറ്റുപാടുമുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് ആ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോയിരിക്കുന്നു, നമ്മുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നു, അത് ക്രമം കെട്ടിരിക്കുന്നു. എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് പ്രശസ്ത ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ സാജു ജോൺ അച്ചായൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകം പഠിപ്പിക്കുന്നത് ഔദാര്യം ആരുടെയും വേണ്ട, എനിക്കറിയാം എനിക്ക് ജീവിക്കാൻ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട്. അങ്ങനെയല്ല, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ വേണം ജീവിക്കാൻ, മറ്റുള്ളവരെ തിരക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ വീട്ടിലിരുന്നു സ്വസ്ഥമായിട്ടിരുന്ന് ആരാധിക്കുക, ഞാൻ കർത്താവിനെ കണ്ടെത്തി, അങ്ങനെ പറയുന്നവരുണ്ട്. സഭ എന്ന് പറയുന്നത്, നമ്മൾ സഭയിലേക്ക് കടന്നു ചെന്ന് നമ്മൾ അറിഞ്ഞ ദൈവത്തെ, നമ്മൾ അറിഞ്ഞ സ്നേഹത്തെ, നമ്മൾ അറിഞ്ഞ കാഴ്ചപ്പാടിനെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി ചേർന്ന് പങ്കുവെച്ച് ആരാധിക്കുന്ന ഒരിടമാണ് സഭ. ഞാൻ ഈ പറയുന്ന ഈ സഭയുടെ കോൺസെപ്റ്റ് ഒക്കെ മാറിക്കഴിഞ്ഞു, ആശയമൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മൾ സഭയിൽ വരുന്നു, അവിടെ ഡ്രം ബീറ്റും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു വിശ്വാസിയെ കണ്ടാൽ ഒരു ചിരിക്കുന്ന ഒരവസ്ഥ പോലും നമുക്കിന്നില്ല. ഒരു വലിയ ഡേഞ്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം കണ്ടെത്തിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാണ്. അതുകൊണ്ടാണ് മലമുകളിൽ, ഗാഗുൽത്തായിൽ മലമുകളിൽ ആ ക്രൂശിൽ ദിവ്യനാഥൻ ക്രൂശിലേറ്റപ്പെട്ടത്. മലമുകളിൽ കാണുവാൻ കഴിയും വ്യക്തമായിട്ട്. ഉയരത്തിൽ നിന്നുകൊണ്ട് നമുക്കത് കാണുവാൻ കഴിയും. ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. ഉയരത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് തിരുവായ് മൊഴി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിൽ എന്നേക്കുമായി ജീവിതത്തെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതൊരു അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് നമ്മുടെ ഇടയിൽ അത് എടുത്ത് തന്നെ നമ്മളത് പ്രാർത്ഥിക്കണം. വെളിച്ചമില്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി നാം മധ്യസ്ഥം വഹിക്കുവാൻ തിരുവെഴുത്ത് നമ്മെ ക്ഷണിക്കുന്നു എന്ന് നാം ഓർക്കണം. ബിക്കോസ് ഹോളി സ്ക്രിപ്ചർ ഇസ് ഇൻവൈറ്റിംഗ് us. അതായത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും?
അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആമേൻ. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കണ്ടിട്ടില്ല. അവരിലേക്ക് നമ്മൾ എത്തണം, നമ്മൾ പറയണം, നമ്മൾ വെളിച്ചമാകണം, നമ്മൾ വെളിച്ചമായി തീരണം, നമ്മൾ വെളിച്ചത്തിന്റെ ദൂതുവാഹികളായി തീരണം. അവർ കാണണം അവരുടെ ഇരുട്ടടഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു മനോഭാവം, ഏതെങ്കിലും ഒരു നമ്മുടെ ചിന്താഗതി, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കരം, നമ്മുടെ അനുതാപപൂർവമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഇത് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഇരുളടഞ്ഞിരിക്കുന്ന ഇരുട്ടിലേക്ക് അവർക്ക് ഒരു വെളിച്ചമായിട്ട് തന്നെ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുന്നേൽക്കാതെ, നമ്മൾ പ്രവർത്തിക്കാതെ വെളിച്ചം പകരാൻ പറ്റില്ല. ഉൽപ്പത്തി പുസ്തകം 1:4 നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്യമാണ്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപിരിച്ചു. വേർപാട്. And that is also very important. The doctrine of separation. The doctrine of separation is very important. നമ്മൾ ഈ ലോകത്തിലാണ്, ലോകത്തിലെ ഇരുട്ടിനോട് നമ്മൾ മല്ലടിക്കുകയാണ്. We are in a fight. We are in a war. ആ യുദ്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ജഡികമായതല്ല, ആത്മീയമായതാണ്. സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്, ക്രിസ്തുവിലെ സന്തോഷം കൊണ്ട്. I just want to underline that. നമ്മൾ യേശു കർത്താവിന്റെ ആ സന്തോഷത്തിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത്. ഇത് വലിയൊരു ആശയമാണ്. വേർപിരിക്കുക. ലോകത്തെ നിറയ്ക്കുന്നതിന് മുൻപ് ദൈവം വെളിച്ചത്തെ ഇരുട്ടുമായിട്ട് വേർപിരിച്ചു. അതായത് നമ്മുടെ അപ്പുറത്തൊരു സഹോദരൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവന്റെ കാര്യങ്ങൾ മൊത്തവും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. We can love him, we can serve him, we can respect him, we can show what we are എന്നുള്ളൊരു കാര്യം. And we are separated. After that we can fill. അവനില്ലാത്തത് നമുക്ക് അവനിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ദൈവപിതാവ് സൃഷ്ടിക്ക് മുൻപ് തന്നെ ചെയ്തത്. ഇരുളിനെ വെളിച്ചവുമായിട്ട് വേർപിരിച്ചിട്ട് ഈ ലോകത്തെ നിറച്ചു. ജീവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ഒരു വേർപാട് സൃഷ്ടിച്ചിരുന്നു. ഈ വേർപിരിയല് എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ നിരസിക്കലല്ല. ഇറ്റ്സ് നോട്ട് എ റെഫ്യൂസിങ്. ഈ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ് ആ ഒരു ആശയം സഭയിലേക്ക് വന്നത്, പിന്നെ അവരെല്ലാം ജാതികൾ, അല്ലെങ്കിൽ അവരെല്ലാം മോശം ആൾക്കാര്, നമ്മൾ മാത്രം സ്വർഗത്ത് പോകുന്നവര് എന്നൊരു ആശയമാണ് പലപ്പോഴും പല ആൾക്കാരും പഠിപ്പിച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. ഈ വേർപിരിയൽ മീൻസ് സെപ്പറേഷൻ ഈസ് നോട്ട് ദ റിഫ്യൂസൽ. ഇറ്റ് ഈസ് എ കമ്പാഷൻ. കരുണ. നമ്മുടെ ദൈവം കരുണയാണ്. കരുണയിൽ പ്രസാദിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എബ്രായ ചിന്ത എന്ന് പറയുന്നത്, വെളിച്ചവും ഇരുട്ടും കൂടിച്ചേർന്നാൽ ഇരുട്ട് എല്ലായ്പ്പോഴും വെളിച്ചത്തെ വിഴുങ്ങിക്കളയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. എബ്രായ ചിന്ത. അതിനാലാണ് ദൈവം ഒരു അതിർത്തി വരയ്ക്കുന്നത്. വിശുദ്ധി വ്യത്യാസത്തോടെയാണ് ആരംഭിക്കേണ്ടത്. വിശുദ്ധി വ്യത്യാസത്തോടെയാണ് ആരംഭിക്കേണ്ടത്. ദൈവമാണ് ഒരു അതിർത്തി അവിടെ നിശ്ചയിച്ചത്. നമുക്കത് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. വളരെ 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 ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു.
ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. എന്നിട്ട് ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ട് സന്ധ്യ ഉഷസ്സായി ഒന്നാം ദിവസം എന്ന് പറയുന്നിടത്ത് എബ്രായ ബൈബിളിൽ യഖാദ് എന്നൊരു പദം കൂടി ഉണ്ട്. അത് നമ്മുടെ മലയാളം ബൈബിളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. യഖാദ്, ഏകൻ, ഒരുവൻ, അനന്യനായവൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഏകൻ എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ ഏറ്റവും യഖാദ്. യഖാദ്, വൺ, വൺ, the one who differentiate from everything, one who separated, and the separation is tough, good, tough എന്ന് പറയും. ടവ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്, വെളിച്ചത്തിന്റെ നന്മ. ടവ്, എല്ലാം നല്ലത് എന്നർത്ഥം. അപ്പോ ഈ ദൈവമാണ് അവിടെ ആ ഒരു വേർപാട് കൊണ്ടുവന്നത്. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബ്രായ പദത്തിന് ഒരു ഒറ്റ അർത്ഥത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. നല്ലത് എന്നത് മാത്രമല്ല, അതിന് മറ്റർത്ഥങ്ങളും കൂടെ ഉണ്ട്. അതിന്റെ അർത്ഥം പൂർണ്ണം, പൂർണ്ണമായി എന്നൊരർത്ഥമുണ്ട്. അതായത് ഇരുളിനെയും വെളിച്ചത്തെയും വേർപിരിച്ചു, അത് നല്ലതെന്ന് കണ്ടു. അത് നല്ലതെന്ന് കണ്ടപ്പോൾ അത് പൂർണ്ണമായി. ഇനി അതിനൊരു വ്യത്യാസമില്ല. വെളിച്ചം ഇരുളിലേക്കും ഇരുള് വെളിച്ചത്തിലേക്കും കടക്കാതെ വണ്ണം അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി. യഖാദ്, ഒരുവനായവൻ പറഞ്ഞു ഇവിടെ നിൽക്കണം, അത് അവിടെ നിൽക്കണം. ഇതും കൂടി കലരാൻ പാടില്ല. ഇതിലൊരു പൊതുവായ ആത്മീയ ദർശനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീയ ദർശനത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഏർജിങ് യു. ഹല്ലേലൂയ. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ടവ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ലതെന്ന് നമുക്ക് പറയാം. ഇബ്രായ ഭാഷയിൽ ടവ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് കാണും, ഗുഡ് എന്ന് കാണും. പക്ഷേ പൂർണ്ണം, വിന്യാസം, അത് പൂർണ്ണമായിട്ട് തന്നെ അത് വിന്യസിക്കുക, ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നു എന്നൊരു ഉണ്ട്. ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകും. ഉദ്ദേശിക്കുന്നത് പോലെ ദൈവം അനാദിയിൽ എന്തുദ്ദേശിച്ചു, ആദിയിൽ എന്തുദ്ദേശിച്ചു, ഇനി ഭാവിയിലും എന്തായിരിക്കും എന്നതുപോലെ ആ ഉദ്ദേശിച്ചതുപോലെ, ദൈവത്തിന്റെ ഉദ്ദേശിച്ചതുപോലെ അത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. വെളിച്ചം നല്ലതാണ്, കാരണം അത് ക്രമം പുനഃസ്ഥാപിച്ചു. ഹല്ലേലൂയ. വെളിച്ചം നല്ലതാണ്, കാരണം അത് ഇരുട്ട് മറയ്ക്കുന്നു. വെളിച്ചം നല്ലതാണ്, കാരണം അത് ആശയക്കുഴപ്പങ്ങളെ അകറ്റുന്നു. വെളിച്ചം നല്ലതാണ്, അത് കൂടാതെ ജീവിതത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇരുട്ടിനെ പരിശോധിക്കാതെ വിട്ടാൽ അത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു. ഞാൻ ആദ്യമേ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആടിനെ പോലും പട്ടിയാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെ നിർവചിക്കുകയും കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇരുട്ടെന്താണെന്ന് മനസ്സിലാക്കുകയും വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഓരോ ഭക്തന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം, ദ ബേസിക് ആയിട്ടുള്ള കാര്യം. വാട്ട് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ ആൻഡ് വാട്ട് ദ സ്ക്രിപ്ചർ സേസ് എന്നൊരു കാര്യം ഇന്ന് സഭ പഠിപ്പിക്കുന്നില്ല, ഇന്ന് സഭയെ അറിയുന്നില്ല, സഭയിലുള്ള വക്താക്കൾ അറിയുന്നില്ല. സോ വെളിച്ചം നല്ലതാണ്, അത് ഇരുട്ടിനെ മറയ്ക്കുന്നതാണ്, അത് ആശയക്കുഴപ്പത്തെ അകറ്റുന്നതാണ്, മറവിടങ്ങളിൽ ഇരിക്കുന്നതിനെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഇരുട്ട് ഉണ്ട്, പക്ഷെ അതിനെ പരിശോധിക്കാതെ വിട്ടാൽ അത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കും. അതുകൊണ്ടാണ് അത് സെപ്പറേഷൻ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇരുട്ടിവിടെ, വെളിച്ചം ഇവിടെ എന്നുള്ളത്. അത് നുണകളെ സാധാരണമായി തോന്നിപ്പിക്കും, അത് ചങ്ങലകളെ പരിചിതമാക്കുന്നു. ഞാൻ കുറച്ചൊരു പോയിറ്റിക്കായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ചങ്ങല എന്ന് പറയുന്നത് ചെയിൻസ്. ഒരാളെ നമ്മൾ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൈ പിന്നെ മാറ്റാൻ പറ്റില്ല, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ പലപ്പോഴും ഇരുട്ട് അല്ലെങ്കിൽ തിന്മ അല്ലെങ്കിൽ നുണ പലപ്പോഴും അങ്ങനെയാണ് കടന്നു വരുന്നത്.
and eventually it comes to our life, and lastly it makes us in bondage. ഞാനത് പറയും. എബ്രായ ഭാവനയിൽ അല്ലെങ്കിൽ എബ്രായ ചിന്തയിൽ ഇതിനർത്ഥം ഏതാണ്? ഇരുട്ടിനെ കുറിച്ച് ലാൻഡ്മാർക്കുകളില്ലാതെ അലഞ്ഞു തിരിയുക എന്നതാണ്. നമ്മളൊരു ഇരുട്ടിലായിരിക്കുന്ന അനുഭവം നോക്കൂ. നമ്മളൊരു മൈതാനത്ത്, ഇപ്പം എനിക്ക് പെട്ടെന്ന് അറിയാം നാലാഞ്ചിറ മൈതാനം, കൊല്ലം ആശ്രാമം മൈതാനം, അത് കണക്കിന് പീരങ്കി മൈതാനം, അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള മൈതാനം ഒക്കെ ഉണ്ട്. അപ്പം ഈ മൈതാനങ്ങളുടെ ഒരു പ്രത്യേകിച്ച്, ഈ മൈതാനം നമ്മളെ നടുക്കോട്ട് നിർത്തുക. നടുക്കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് ഇരുട്ടാണ്, ഫുൾ ഇരുട്ടാണ്. നമ്മുടെ അടുത്ത് നടക്കാൻ പറഞ്ഞാൽ, നമ്മുടെ അടുത്ത് പറയണം ഓക്കെ കിഴക്കോട്ട് നടക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് അറിയത്തില്ല, ദിശാബോധമില്ല. ഇരുട്ട് നമ്മുടെ മുമ്പിലുള്ള വഴികളെ, അല്ലെങ്കിൽ ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചത്തെ കാണാൻ പറ്റില്ല. ഇരുട്ട് മൂടിക്കിടക്കുമല്ലേ, നമുക്ക് ദിശാബോധം പോലും ഇല്ല. അതുകൊണ്ടാണ് 82-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. ദിശയില്ല, ഒരു കോമ്പസ് ഇല്ല, ചക്രവാളമില്ല, ഒന്നുമില്ല. അപ്പോ വെളിച്ചത്തിന്റെ നന്മ, എബ്രായ പദമായ ടവ്, കേവലം ധാർമ്മികതയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് പൂർണ്ണതയെ, സന്തുലിതാവസ്ഥയെ എല്ലാം സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശത്തിന്റെ സൃഷ്ടി ആയ നാം ഇനി ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കാനല്ലെന്ന് ഉറപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശത്തിന്റെ സൃഷ്ടിയായ നാം ഇനി ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കാനല്ലെന്ന് ഉറപ്പാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ട്, ക്ഷീണിതമായ അവസ്ഥകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ തളർന്നു പോയേക്കാം. എന്നിരുന്നാലും നമ്മുടെ പോരാട്ടം, അജ്ഞാത ശത്രുക്കൾക്കെതിരായ പോരാട്ടം, അത് വ്യത്യസ്തമാണ്. നമ്മുടെ പോരാട്ടം പലപ്പോഴും നന്മയുടെ വേഷം ധരിക്കാൻ പോലും കഴിയുന്ന കൂടുതൽ വഞ്ചനാപരമായ ഇരുട്ടുരൂപങ്ങൾക്കെതിരെയാണ്. നമ്മുടെ പോരാട്ടം പലപ്പോഴും നന്മയുടെ വേഷം ധരിക്കാൻ പോലും കഴിയുന്ന കൂടുതൽ വഞ്ചനാപരമായ ഇരുട്ട് രൂപങ്ങൾക്കെതിരെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രകാശം വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. തിരുവെഴുത്തിലൂടെ വ്യാപകമായ ഒരു പ്രമേയമായ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിൽ ജ്ഞാനപൂർവമായ ഒരു തിരഞ്ഞെടുക്കൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിൽ ഉള്ള തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും എല്ലായ്പ്പോഴും നേരായിട്ടുള്ളതല്ല. ദൈവം നമുക്ക് വേണ്ടി ഇരുട്ടിനെതിരെ പോരാടുമ്പോൾ മാർഗനിർദ്ദേശത്തിനായി ദൈവത്തിലേക്ക് തിരിയേണ്ടത് ഓരോ ഭക്തന്റെയും അത്യാവശ്യമാണ്. നാം ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് ചാഞ്ഞുകൊണ്ട് നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ഇരുട്ടിന് വെളിച്ചമായി വേഷം മാറി അഭിനയിക്കാൻ കഴിയും. എബ്രായ ചിന്തയിൽ വളരെ സത്യസന്ധമായി പെരുമാറുന്നത് നമുക്ക് നോക്കാം. ഇരുട്ട് എപ്പോഴും മോശമായി കാണപ്പെടണമെന്നില്ല. ചിലപ്പോൾ അത് മതപരമായി തോന്നും, ചിലപ്പോൾ അത് വിജയകരമാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ അത് സുഖകരമായി തോന്നും. അതുകൊണ്ട് തിരുവെഴുത്ത് വ്യക്തമായി തന്നെ പറയുന്നു, തിന്മയെ ഒഴിവാക്കുക, വിവേചിച്ചറിയുക. വിവേചനം, ഇറ്റ്സ് വെരി ഡിസേണിങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് ആവശ്യമാണ്. വിവേചനത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇരുട്ടിനെ പലപ്പോഴും നമുക്കൊരു മോശമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണോ എന്ന് നമുക്ക് തോന്നും. പലപ്പോഴും പല റിലീജിയസ് ആക്ടിലൂടെ അത് തോന്നും. I don't want to explain it more detail because nowadays, I cannot point out anything because the world is something like that. So ഞാൻ അതിനെ ഈ ഒരു തരത്തിൽ പറയുന്നു. മതപരമായ ചില കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്.
ചിലപ്പോൾ ഇരുട്ട് ഒരു വിജയമാണെന്ന് തോന്നും, ചിലപ്പോൾ ഒരു സുഖകരമായിട്ട് തോന്നും. സോറി, എഫേസ്യർ 5:8 നമുക്ക് ഒരു കാര്യം നമുക്ക് വായിക്കാൻ പറ്റും. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാണ്. പൗലോസ് പറയുന്നു, എന്തായിരുന്നു? നിങ്ങൾ പണ്ട് ഇരുളായിരുന്നു. അവിടെ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞ് വെക്കുവാണ്. ഇരുളായിരുന്നു, ഡെഫിനറ്റ് പാസ്റ്റ് ആയിട്ട് പറയും. ഇപ്പോഴോ now present and future also is there. ഇപ്പോഴോ കർത്താവിൽ, എവിടെ? കർത്താവിലാണ് നിങ്ങൾ വെളിച്ചമാകുന്നത്. സോ നിങ്ങൾ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. അത് ഇരുട്ടിൽ എന്ന് പറയുന്നില്ല, ഇരുട്ടായിരുന്നു എന്ന് പറയുന്നു. വെളിച്ചം നമ്മളെ സന്ദർശിക്കുന്ന ഒന്നല്ല, നമ്മൾ ആയിത്തീരേണ്ടുന്ന ഒന്നാകുന്നു. ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇപ്പോഴോ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചം ആയിത്തീരേണ്ട ഒന്നാണ്. യഹൂദ ചിന്തയിൽ, എബ്രായ ചിന്തയിൽ വെളിച്ചം എല്ലായ്പ്പോഴും ഉത്തരവാദിത്തം കൊണ്ടുവരുന്നു. അത് വ്യക്തമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. എന്തിനാ? നമ്മൾ എബ്രായ ചിന്തയിൽ കൂടി നിർത്തിയിട്ടാണ് ഞാനിത് പറയുന്നത്. I'm telling little Hebraic thoughts. അപ്പം വെളിച്ചത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. ആ വെളിച്ചം ധരിക്കുന്ന അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടക്കുന്ന നമുക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോ വെളിച്ചം എല്ലായ്പ്പോഴും ഉത്തരവാദിത്തം കൊണ്ടുവരുന്നു. അത് വ്യക്തമായി കാണുന്നുവെങ്കിൽ വ്യക്തമായി നടക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്താണ് വ്യക്തത? നമ്മൾ ഈ ഇരുളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ക്രമമില്ലാതെ, വഞ്ചനാപരമായ, അവ്യക്തതയുള്ള, പ്രശ്നങ്ങളുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് മനസ്സിലാക്കുവാൻ. അതായത് നമ്മുടെ ജീവിതം വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. വെളിച്ചത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം എന്തുവാ? പ്രകാശിപ്പിക്കുക, ക്രമമായിട്ട് നടക്കുക, നീതിയോടെ ജീവിക്കുക, ജീവൻ ഉണ്ടാക്കുക. ലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലൈറ്റിന് ഫോട്ടോസിന്തസിസ് ഉണ്ട്. ലൈറ്റിൽ ഒരുപാട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ജീവൻ കൊടുക്കാനും ജീവന്റെ ഉൽപാദനത്തിന് അല്ലെങ്കിൽ ജീവൻ വരുവാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ഉത്തരവാദിത്തത്തിൽ നടക്കണം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തിരുവചനം ഇങ്ങനെ വിളിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ജനതകൾക്ക് ഒരു വെളിച്ചം, കൂരിരുട്ട കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും തടവറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. വെളിച്ചം ഒരിക്കലും സ്വകാര്യമല്ല, അത് ഒഴുകുന്നു നിത്യമായിട്ട്, അത് തുറന്നു കാട്ടുന്നു, അത് മറ്റുള്ളവരെ വീട്ടിലേക്ക് നയിക്കുന്നു. ഏത് വീട്? ബെയ്ത് ഹാഫ്, പിതാവിന്റെ ഭവനത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചെവിയിൽ മുഴങ്ങേണ്ട ഒരു വാക്യമുണ്ട് പ്രിയപ്പെട്ടവരെ. റോമർ 10:14. അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇരുട്ടിലുള്ളവർക്ക് ഇപ്പോൾ ആവശ്യം ആർഗ്യുമെന്റ്സ് അല്ല, അവർക്ക് പ്രകാശമാണ് ആവശ്യം. We can argue day and night with so many things. പക്ഷെ അവർക്ക് പ്രകാശമാണ് ആവശ്യം. പലപ്പോഴും നമ്മൾ ചെന്നിട്ട് ഈ ആർഗ്യുമെന്റ്സിൽ പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. We have to show our light, our transformation. Once we are also a being of darkness. Now
വി ആർ ചേഞ്ച്ഡ്. പണ്ട് നമ്മളും ഒരു ഇരുട്ടായിരുന്നു, ഇപ്പോൾ ഞാനും അത് മാറി ഒരു വെളിച്ചത്തിന്റെ സ്വഭാവം എനിക്കും കൈവന്നു എന്ന് കാണിക്കേണ്ട അനിവാര്യമായ സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ വിവേചനത്തിന്റെ ആത്മാവിനാൽ സൂക്ഷ്മമായി പരിശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഭയം, നിരാശ, ഇരുട്ട് ഇവയൊക്കെ നേരിടുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ഒരു റിബൺ കൊണ്ട് മുറുകെ അടച്ച ഒരു പെട്ടി പോലെ സങ്കല്പിക്കുക. അത് യേശു കർത്താവിൽ സമർപ്പിക്കുക. യഹോശുവേ, അവിടത്തേക്ക് മുമ്പിൽ ഞാനിത് സമർപ്പിക്കുന്നു. എനിക്ക് ഈ ഭാരങ്ങളും നിരാശകളും ഒന്നും വഹിക്കുവാൻ കഴിയുകയില്ല. എന്നെ വെളിച്ചത്തിലേക്ക് തിരിക്കണമേ. എബ്രായ മറ്റൊരു വാക്കാണ് തെശുവ, റിപ്പൻറ്റൻസ്, പശ്ചാത്താപം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ തെശുവ അർത്ഥമാക്കുന്നത് തിരിയുക, വിഷമിക്കാതിരിക്കുക, സ്വയം ശിക്ഷിക്കാതിരിക്കുക, വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുനർക്രമീകരിക്കുക. അലൈൻ വിത്ത് ദ ലൈറ്റ്, അലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, അലൈൻ വിത്ത് ദ ലൈറ്റ്. അതുകൊണ്ട് ഇന്ന് മുദ്രയിട്ടിരിക്കുന്നതും ഭാരമുള്ളതും മറഞ്ഞിരിക്കുന്നതുമായി തോന്നുന്നത് എന്തും അതിനെ തുറന്നിടുക, അതിനെ എറിഞ്ഞു കളയുക, അതിനെ വിടുക. എന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവന്റെ മേൽ ഇട്ടുകൊടുക്കുക. Light doesn't shame what it reveals, it heals only. വെളിച്ചം വെളിപ്പെടുത്തുന്നത് ലജ്ജയ്ക്ക് വേണ്ടിയിട്ടല്ല, അതിനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ആ വാക്യം പറയാം. ദൈവം നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും ഉത്കണ്ഠകളും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ ഇരുളടഞ്ഞ ആ വഴിത്താരകൾ വെളിച്ചമാക്കുവാൻ നാം ദൈവത്തിലേക്ക്, തിരുവചനത്തിലേക്ക് തിരിയുക. വെളിച്ചം എപ്പോഴും ജയിക്കുന്നതാണ്. ഇരുട്ട് യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് ഒരിക്കലും ശാശ്വതമല്ല. കുഴപ്പങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, പക്ഷേ ആ കുഴപ്പങ്ങളല്ല അറ്റ് ദി എൻഡ്. വെളിച്ചമാണ്, നന്മയാണ്, ദൈവത്തിന്റെ വിജയമാണ് അവസാനമുള്ളത്. ബൈബിൾ അത് ആരംഭിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ബൈബിൾ ആരംഭിക്കുന്നത് ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയിലെന്നാണ്, പക്ഷേ തിരുവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 22:5 നമുക്കൊന്ന് വായിക്കാം. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. ഇനി രാത്രി ഉണ്ടാകുകയില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം, ഒടുക്കത്തെ അധ്യായം, അതിന്റെ 5-ാം വാക്യത്തിൽ തന്നെ പറയും. അവിടെ 3, 4, 5 വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ പറ്റുമെങ്കിൽ, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ 22-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. വെളിച്ചമുണ്ടായി, അതിനുശേഷം നക്ഷത്ര പാലകന്മാരെ ഉണ്ടാക്കി, വലിയ ഗ്രഹങ്ങളെയും ചെറിയ ഗ്രഹങ്ങളെയുമായിട്ട് വേർതിരിച്ചു. പക്ഷെ 22-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ദിവ്യ ജ്യോതിസുകളായി നമ്മൾ തന്നെ വിളങ്ങുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ദൈവമായ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ ആർക്കും ആവശ്യമില്ല. അവിടെ നമ്മൾ രാജാക്കന്മാരായിരിക്കും. ഇനി ആശയക്കുഴപ്പമില്ല, ഇനി ഭയമില്ല,
ഇനി നിഴലുകളില്ല. ആ ദിവസം വരെ നമുക്ക് ഒരുങ്ങി, ആ ദിവസത്തിനായി അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. വെളിച്ചത്തിന്റെ മക്കളായി നാം നടക്കാം. കുഴപ്പമായ ഒരു ലോകത്ത് വ്യക്തതയോടെയുള്ള പ്രകാശത്തിന്റെ വാഹകരായി നമുക്ക് നടക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങൾ പ്രത്യാശ അറ്റവരല്ല. പ്രിയപ്പെട്ടവരെ, ജസ്റ്റ് 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 സബ്മിറ്റ് ടു ഗോഡ്. ഒന്ന് നിങ്ങൾ സമർപ്പിക്കാമോ? ദൈവത്തിന്റെ ആ വചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ പ്രത്യാശ നിറഞ്ഞ ആ വാക്ക് കേൾക്കുവാൻ നിങ്ങളുടെ ചെവികളെ ഒന്ന് വട്ടം പിടിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പ്രകാശിച്ചു തുടങ്ങും. വെളിച്ചത്തിനെ പ്രകാശിക്കുവാൻ ഒരു അനുവാദം നിങ്ങൾ കൊടുക്കുക. തീർച്ചയായും നിങ്ങൾ ഒരു ജ്യോതിസായി മാറും. നിങ്ങൾ ഒരു ജ്യോതിസ മണ്ഡലമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം 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 കടന്നു വരികയും നിങ്ങൾ തന്നെ ഒരു വലിയ വെളിച്ചമായി തീരും. അതാണ് ദൈവം നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ആ വെളിച്ചം ഒരിക്കലും ഇരുളിലേക്ക് കടക്കാതെ അത് വേർപെട്ട് വെളിച്ചത്തിൻ്റെതായ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് തിരിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. വെളിച്ചത്തിന്റെ പ്രിയ പിതാവേ, ഞങ്ങൾ ഇരുട്ടിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ, ഞങ്ങളുടെ പ്രശ്നത്തിൽ, ഞങ്ങളുടെ ഭയത്തിൽ ഞങ്ങൾ ഒളിച്ചിരിക്കുന്നിടത്ത് അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ഭയപ്പെട്ടെടുത്ത് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ അലഞ്ഞു നടന്നിടത്ത് അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ ഊർജത്തിന്റെ പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ വീടുകൾക്ക് വെളിച്ചവും, ഞങ്ങളുടെ നഗരങ്ങൾക്ക് വെളിച്ചവും, ജനതകൾക്ക് വെളിച്ചവും ഞങ്ങൾ ആ വെളിച്ചമായി തീരേണ്ടതിനും ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ഇരുട്ടിനെ മാറ്റി ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ വെളിച്ചത്തെ തിരഞ്ഞെടുക്കുന്നു. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആ ദിവ്യമായ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നു. യഹോശുവയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹിനേനി ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ കൂടുതൽ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഈ പ്രോഗ്രാമിനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എഴുതിയോ വിളിച്ചോ ഒക്കെ എന്നെ പറയാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച കാണും വരെയും നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയും സമാധാനവും ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ടോപ്പിക്കുമായി കടന്നു വരാം. എല്ലാവർക്കും ഞാൻ യഹോശുവ മിശിഹായുടെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. ശലോം, ശലോം, ശലോം.